പച്ചയ്ക്ക് ബീട്രൂട്ട് കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് IBSന്റെ പ്രശ്നങ്ങൾ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ ബീട്രൂട്ടിൽ ഫൈബറിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ബ്ലോട്ടിംഗ് പോലെയുള്ള കാര്യങ്ങളും ഗ്യാസസ് പോലെയുള്ള കാര്യങ്ങളും വയറിൽ വേദന, ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട്. അപ്പൊ ഒരിക്കലും നിങ്ങൾ ബീട്രൂട്ട് പച്ചയ്ക്ക് കഴിക്കാതെ എപ്പോഴും നിങ്ങൾ കുക്ക് ചെയ്തിട്ട് മാത്രം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, കിഡ്നിയിൽ സ്റ്റോൺ വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരാണ്, അല്ലെങ്കിൽ കിഡ്നിയിൽ സ്റ്റോണിന്റെ ഹിസ്റ്ററി പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളും ഇത് കഴിക്കരുത്. കാരണം ഈ ബീട്രൂട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഓക്സലേറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഓക്സലേറ്റ് ശരീരത്തിലേക്ക് കാൽഷ്യം ആയിട്ട് മിക്സ് ആയിട്ട് കിഡ്നിയിൽ സ്റ്റോൺ പോലെ ഉണ്ടാക്കാനുള്ള വളരെയധികം ചാൻസസ് കൂടുതലാണ്. അപ്പൊ കിഡ്നി സ്റ്റോൺ വന്നും പോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഇതും ഒഴിവാക്കാനായിട്ട് നോക്കണം. ഇനി അവസാനത്തെ മേജർ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഈ ബീട്രൂട്ട് മണ്ണിനടിയിൽ വളരുന്ന ഒരു പച്ചക്കറിയാണ്. നമുക്കറിയില്ല ഏത് ഭാഗത്താണ് ഇത് വളരുന്നത്, എവിടുന്നാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ വാട്ടർ കണ്ടാമിനേഷനും സോയിൽ കണ്ടാമിനേഷനും അതുപോലെ ചെറിയ ചെറിയ ബാക്ടീരിയാസും ചെറിയ തരം മെറ്റൽസും ഇതിൽ ഉണ്ടാകാനുള്ള വളരെയധികം സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ബീട്രൂട്ട് കിട്ടുകയാണെങ്കിൽ കുക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. പച്ചയ്ക്ക് പരമാവധി ഒഴിവാക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. സ്റ്റേ ഹെൽത്തി.